നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. പാലേരി പാറക്കടവിൽ മെസ്സേജ് കൾച്ചറൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിള്ളലുകളെ ഇല്ലാതാക്കി സഹവർത്തിത്വത്തിന്റെ പാതയിൽ കഴിയുക എന്നതാണ് വയനാട് ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നതെന്നും മലയാളി മനുഷ്യത്വത്തെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നവരാണ്. അതേസമയം രാജ്യത്തിന്റെ മതനിരപേക്ഷയിൽ സംഭവിച്ചിരുന്ന മാറ്റം ചെറുതായി കാണരുതെന്നും ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഇതുപോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി പല സ്വഭാവത്തിൽ വളർന്നു വരുന്നുണ്ട്. സാംസ്കാരിക കേന്ദ്രം എന്നാണ് നാം ഇതിന് പേര് വിളിച്ചിരിക്കുന്നത്. മെസ്സേജ് കൾച്ചറൽ സെന്റർ. ഒരു കെട്ടിടത്തിനപ്പുറത്തുള്ള ആശയപരമായ ഉള്ളടക്കം ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു പ്രസ്ഥാനം കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രസ്ഥാനങ്ങൾ മതസംഘടനകളാകട്ടെ, സാംസ്കാരിക സംഘടനകളാകട്ടെ, രാഷ്ട്രീയ സംഘടനകളാകട്ടെ, അവയ്ക്ക് അവരുടേതായ സംഘടനാപരമായ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉള്ളതോടൊപ്പം തന്നെ അതെല്ലാം ആത്യന്തികമായി സമൂഹത്തിന് വേണ്ടിയാണ്, പലപ്പോഴും സമുദായത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ സംവിധാനവും സംഘടനാതീതമായി മതാതീതമായി നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമായി മാറട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരളക്കരയിൽ പിച്ചവെച്ച് നടന്ന നാൾ മുതലേ പ്രോജ്വലമായ ആദർശ പ്രസ്ഥാനത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച ആദർശത്തിന്റെ വടക്കൂറുള്ള മണ്ണുകൂടിയാണ് പാലേരി പാറക്കടവ്. ഷാഫി പറമ്പിൽ എംപിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ളയും സ്നേഹ സന്ദേശം നൽകി. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി, വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് SP കുഞ്ഞമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വഹീദ പാറേമൽ, ഗ്രാമപഞ്ചായത്ത് അംഗം KM അഭിജിത്ത്, VM നിഷാദ്, സുൽത്താൻ നൂറുദ്ദീൻ, പുതുക്കോട്ട് രവി, പ്രവീൺ കുമാർ, മുസ്തഫ പാലേരി, MK ഫാത്തിമ, ആയിഷ ഹബീബ്, KT സൂപ്പി, സജീർ എടച്ചേരി, മുനീബ് എലങ്കമ്മൽ, ഷഫാഖ് കക്കോടി, VT സലീം, AK അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ AP മൂസ മൗലവിയെയും NT സുഹൈലിനെയും ആദരിച്ചു. തുടർന്ന് നവാസ് പാലേരി നയിച്ച ഗാനവിരുന്നും വിദ്യാർത്ഥികളുടെ വെൽക്കം ഡാൻസും നടത്തി. തഹ്ഫിദുൽ ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഖുർആൻ സ്റ്റഡി സെന്റർ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, കോൺഫറൻസ് ഹാൾ, ലൈബ്രറി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ, ആർട്സ് ആൻഡ് സ്പോർട്സ് വിംഗ് തുടങ്ങിയവയ്ക്കായി മെസ്സേജ് സെന്ററിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്.